പ്രവർത്തകരെ എല്ലാവരെയും തന്നെ പോലീസ് ബലം പ്രയോഗിച്ച് തൂക്കിയെടുത്ത് പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സമരത്തിന് നേതൃത്വം നൽകിയവരെ ആദ്യം തന്നെ പോലീസ് ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ഈ വനിതാ പ്രവർത്തകയെ നമ്മൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തൂക്കി വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. എന്തായാലും സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങി. എന്തായാലും വലിയ പ്രക്ഷോഭത്തിനാണ് KSU പ്രവർത്തകരുടെ നേതൃത്വം നൽകിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും KSU പ്രവർത്തക അവരെ തൂക്കിയെടുത്തുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. 2 അധ്യാപകരെ അറസ്റ്റ് ചെയ്യൂ, എന്നിട്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്യൂ എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് ഈ KSU പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഇതിന് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു സമരം നടന്നത്. കുറച്ച് പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും അവരുടെ പ്രതിഷേധം ആ സമരത്തിന്റെ വീര്യം വലുതായിരുന്നു. കാരണം അവരുടെ ആവശ്യം ഈ 2 അധ്യാപകരെ നിതിൻ രാജിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ട 2 അധ്യാപകരെയും അറസ്റ്റ് ചെയ്യുക, അവരെ കോളേജിൽ നിന്ന് പുറത്താക്കുക, സസ്പെൻഷനിൽ മാത്രം ഒതുക്കരുത് തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഇവർ ഉന്നയിച്ചുകൊണ്ടിരുന്നാലും ഈ അധ്യാപകർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് KSU നടത്തിയ സമരം ഒരു പോലീസുമായുള്ള ഒരു സംഘർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രവർത്തകരെ എല്ലാവരെയും തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തൂക്കിയെടുത്ത് പോലീസ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പോലീസുകാർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒത്തുകളിക്കുന്നല്ലേ? ഇതെല്ലാം ജനങ്ങൾക്ക് അറിയുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നത്. പ്രതികളെ പിടിക്കാൻ ഈ ആവേശം ഈ നാണം കണ്ട പോലീസ് പിണറായി വിജയന്റെ മൂക്കിന് തുമ്പില ഇതുവരെ പ്രതികളെ പിടിച്ചില്ല. നാണം കണ്ട പോലീസ് പിണറായി വിജയന്റെ നാട്ടിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടും ഇതുവരെ പ്രതികളെ പിടികൂടിയില്ല. അവരിവിടെ പഠിപ്പിക്കാൻ പോവാ. അതിന് KSUകാരുടെ ജീവനുണ്ടെങ്കിൽ അതിനെ അനുവദിക്കില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എത്ര KSUകാരനെ വേണമെങ്കിലും നിങ്ങൾ അറസ്റ്റ് ചെയ്തോ, എന്നാലും ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വെറുതെ പോലീസ് ഇത് വഷളാക്കാൻ നിൽക്കണ്ട. പോലീസ് ഈ വിഷയം വഷളാക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെഡിനെ കാണാൻ വന്നതാണ്. ഞങ്ങൾക്കൊരു കാര്യം പറയാൻ മറന്നില്ല. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. പക്ഷെ ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെഡ് ഗുരുവിന്റെ റോളിൽ കാലിന്റെ പണിയെടുക്കുകയാണ്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാറ്ററാണ്, ഒരു സംശയം വേണ്ട. കൃത്യമായ അച്ഛനും അമ്മയും ഈ നാട്ടിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. ജാതിയുടെ പേരും മതത്തിന്റെ പേരിലും തരംതിരിക്കുന്ന ഒരു HOD റാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ നാറിയ റാമിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നീ ആന്ധ്രക്കാരനായിരിക്കും, പക്ഷേ ഇത് കേരളമാണ്. നിന്നെ പോലെയുള്ള ഇത്ര രീതിയിലേക്കുള്ള വർഗീയ പരാമർശം നടത്തുന്ന ഒരു അധ്യാപകനെയും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും വായിക്കാൻ KSU വിടില്ല. ഇത് KSUവിന്റെ തീരുമാനമാണ്. എന്തായാലും എല്ലാ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയൊരു സംഘർഷം തന്നെയാണ് ഈ ക്യാമ്പസിന് മുന്നിൽ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. എല്ലാ പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് തന്നെയാണ് ഈ പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ 2 അധ്യാപകരെയും അറസ്റ്റ് ചെയ്യാതെ പിന്നോട്ടില്ല എന്നുള്ള പ്രഖ്യാപിച്ചായിരുന്നു KSU പ്രവർത്തകർ ഇവിടെ സമരം ചെയ്യാനെത്തിയത്. അല്പസമയം മുമ്പ് പോലീസ് ഇവിടെ ബന്ദോബസ്തൊക്കെ ഒരുക്കിയിരുന്നെങ്കിൽ പോലും അതെല്ലാം മറികടന്നാണ് പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലേക്ക് കയറിയത്. അതിനു മുന്നിൽ കുത്തിയിരുന്നവർ ഏറെ നേരം പ്രതിഷേധിച്ചു. പ്രധാനപ്പെട്ട ആവശ്യം ഈ 2 അധ്യാപകർക്കെതിരെ കേസെടുത്താൽ മാത്രം പോരാ, ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്യണം, ഈ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അത് നടപ്പിലാക്കാതെ പിന്നോട്ട് പോകില്ല എന്നുള്ളതായിരുന്നു KSU പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനവർ മുന്നിൽ കുത്തിയിരുന്ന് ഏറെ നേരം പ്രതിഷേധിച്ചു. പക്ഷേ പോലീസ് തയ്യാറായില്ല. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് എല്ലാ പ്രവർത്തകരെയും നീക്കി. ആ പെൺകുട്ടി വലിച്ചേച്ചാണ്ടില്ലേ എന്ത് തോന്നി വശം? ഒരു കൊലപാതകം നടന്നില്ലേ? ഒരു ജീവന വിലയില്ലേ? തോന്നിവാസം പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ക്യാമ്പസിനകത്ത് ഒരു ചെറുപ്പക്കാരനെ ഇതുപോലെ കൊലപ്പെടുത്തിയിട്ട് ആ പോലീസുകാർ പോയി അവരെ പിടിക്കാണ്ട് സമരം ചെയ്ത് പ്രതിഷേധിക്കുന്ന KSUകാർ പെൺകുട്ടി ഉൾപ്പെടെയുള്ള ആളുകളെ വലിച്ചേക്കുക. ആ തോന്നിവാസത്തിനൊക്കെ മറുപടി പറയും, ഉത്തരം പറയേണ്ടി വരും. ആരെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്? അധ്യാപകരായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് അവിടെ തീർത്തോണം. വിദ്യാർത്ഥികളെ മെക്കിട്ടല്ല തീർക്കുന്നത്. അല്ലല്ല, ഇത് പോലീസിന് കൃത്യമായ താല്പര്യമുണ്ട്. ആ താല്പര്യം മറ്റൊന്നുമില്ല. ഇവിടുത്തെ പല അധ്യാപകരിൽ നിന്നും എന്തൊക്കെയോ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അല്ലാതെ ഇവിടെ പെരുമാറ്റം ഈ രീതിയിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വിദ്യാർത്ഥി മരിച്ച് 3-4 ദിവസം കഴിഞ്ഞ് ഒരു തരത്തിലുള്ള നീതി കൊടുക്കാതെ സ്വന്തം അച്ഛനും അതേപോലെ തന്നെ
ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ നിതിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി വോയിസിൽ പറയുക HOD ഞങ്ങളെ മർദ്ദിക്കുമെന്നും HOD ഞങ്ങളെ കൃത്യമായി പുറത്തും തല്ലുമെന്നും ഇന്റേണൽ മാർക്ക് കുറപ്പെന്ന് പറയുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകൻ പറഞ്ഞ കാര്യം. എന്തായാലും ഈ ഒരു KSU പ്രവർത്തകൻ കൂടി ബാക്കിയുണ്ടായിരുന്നു. KSU ജില്ലാ പ്രസിഡന്റ് MC അതുലിനെ കൂടി ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. മുണ്ട് ഉരിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹം. ആ മുണ്ട് ഉരിഞ്ഞു കൈ പിടിച്ചതിന് ശേഷമാണ് പോലീസ് ബലം പ്രയോഗിച്ച് ഇപ്പോൾ ഈ പോലീസ് വാഹനത്തിലേക്ക് ഈ KSU പ്രവർത്തകർ KSU ജില്ലാ പ്രസിഡന്റിനെ കൂടി കൊണ്ടുപോകാണ്. ഏറ്റവും ഒടുവിൽ ഒരാൾ കൂടി മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. എല്ലാ പ്രവർത്തകരെയും പോലീസ് ഇവിടെ നിന്ന് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. KSU പ്രവർത്തകർ വല്ലാത്ത രീതിയിൽ ആ ബലപ്രയോഗം നടത്തിയെങ്കിൽ പോലും പോലീസ് അതിന് വഴങ്ങിയില്ല. പോലീസ് ഉദ്യോഗസ്ഥർ KSU പ്രവർത്തകരെല്ലാം തന്നെ ഈ കോളേജ് ക്യാമ്പസിന് മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് 2 അധ്യാപകർക്കെതിരെ ഡോക്ടർ രാമ, ഡോക്ടർ സംഗീത, ഈ 2 അധ്യാപകരെയും അറസ്റ്റ് ചെയ്യണം. ഈ ക്യാമ്പസിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ പോരെ, ഇവരെ പുറത്താക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ക്യാമ്പസിനകത്തേക്ക് പ്രതിഷേധവുമായി എത്തിയത്. പോലീസ് ഇവിടെ ബന്ദോബസ്ത് ഒരുക്കിയിരുന്നെങ്കിൽ പോലും അതെല്ലാം മറികടന്ന് മതിൽ ചാടിയാണ് KSU പ്രവർത്തകർ അകത്തേക്ക് കടന്നതിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു, മുദ്രാവാക്യം വിളിച്ചു. നിതിൻ രാജിന് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറെ നേരം സമരം ചെയ്തതിനു ശേഷം പോലീസ് അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. അറസ്റ്റ് നീക്കം ഈ KSU പ്രവർത്തകർ ചെറുത്തുവെങ്കിലും പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ എല്ലാ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് മാറ്റുകയാണ്. എന്തായാലും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നമ്മൾ കാണുന്നത്. മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധവും അല്പസമയത്തിനകം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിതിൻ രാജിന് നീതി കിട്ടണമെന്ന് തന്നെയാണ് ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെല്ലാം ആവശ്യപ്പെടുന്നത്. എന്തായാലും പോലീസ് എല്ലാ പ്രവർത്തകരും KSUവിന്റെ ചെറുത്തുനിൽപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകൾ ബലം പ്രയോഗിച്ച് തന്നെ തടയുകയായിരുന്നു. എല്ലാ പ്രവർത്തകരെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. പരമാവധി KSU പ്രവർത്തകരെ അറസ്റ്റിൽ നിന്ന് അത് ബലം പ്രയോഗിക്കുന്നുണ്ട്, ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്തി. ഇവിടെ ഇപ്പോൾ എല്ലാ പ്രവർത്തകരെയും ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. എന്തായാലും നിതിൻ രാജിന് നീതി കിട്ടണമെന്നുള്ളൊരു ആവശ്യമാണ് എല്ലാ പ്രവർത്തകരും തുടക്കം മുതൽ ഉന്നയിക്കുന്നത്. എന്താണ് നിങ്ങൾ കളിക്കുന്നത്? ഒരു കേസും ഇല്ല, ബസ്സില്ല, ഭാരമായി. നിങ്ങൾ ഏത് സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പിടിച്ച് വലിക്കുക, മുണ്ട് കീറുക. ആർക്ക് സംരക്ഷണം ഒരുക്കാനാണ്? ആർക്ക് ഒരുക്കാൻ വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ ടീച്ചേഴ്സിനോ അല്ലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാനേജ്മെന്റിനോ? ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾ നോക്കിയ അവൻ ശാരീരികമായി തളർന്നിട്ടുള്ളത്. ഇങ്ങനത്തെ പിടിവലിൽ 5 പേരും ഒരുത്തം മാത്രല്ലേ, ഒരു വിദ്യാർത്ഥിയല്ലേ? എന്തൊരു കഷ്ടം! നിങ്ങളെ വീട്ടിൽ മക്കന്മാരല്ലേ? ഞാനൊരു കാര്യം കൃത്യമായി പറയാം, അധികമൊന്നുമില്ല, ഒരു മാസം വരെയില്ല, നിങ്ങളടക്കമുള്ള എണ്ണിപ്പിക്കും. കാരണം ഒരു വിദ്യാർത്ഥി സംഘടന നേതാവിനെ വലിച്ചുകൊണ്ട് പോയ നിങ്ങൾ അതിനുള്ള സമ്മാനം ഞങ്ങളെ കയ്യിൽ നിന്ന് മേടിക്കും. സമ്മാനം ഞങ്ങളെ കയ്യിൽ നിന്ന് മേടിക്കും. നിങ്ങളെന്ത് തോന്നിവാസാണോ? ഈ തോന്നിവാസത്തിനൊക്കെ നിങ്ങൾ ഇതേ സമര ശക്തിയോടെ തിരിച്ചു വരും. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ കൊലപാതകം റാമടക്കമുള്ള അധ്യാപകരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും ചെയ്യും. നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് പുറമെ ഈ കോളേജിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്നവരെ സമരമായി KSU മുന്നോട്ട് പോകും. പിണറായി ഉറങ്ങുകയാണ്. രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ഡെന്റൽ കോളേജിൽ KSU നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.